ആരപ്പോ രണ്ടാൾക്കാർ വരുന്നേ? അന്റെ ഓരോ മാഞ്ഞാളങ്ങൾ അനക്കത്തല്ലേ നാട്ടിലത്തെ സ്കൂളിൽ പോയാല്? നാട്ടിലത്തെ സ്കൂൾക്ക് ഞാൻ പോലും നിങ്ങൾ എന്നാട് പോയാ അല്ല എന്താ നിങ്ങള് രണ്ടാൾക്കാർ ഓരോ ബോളൊക്കെ ആയിട്ട് കൊടുക്കാൻ പോണേ? പോവുന്നേ അല്ല എന്ത് സംഭവം? ബോളൊക്കെ ആയിട്ട് ഞാൻ അവനെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോവാ. സ്കൂളിൽ ചേർത്താനാ? അതിനെത്രയും മലകൾ കിറ്റും ബോളൊക്കെ ആയിട്ട് പോണേ? ഈ ചെങ്ങായി കുറ്റൂർ സ്കൂളിൽ തന്നെ ചേർത്തണം വാശി പിടിച്ചാണ്. നാട്ടിൽ സ്കൂളിൽ ചേർത്താൻ അയക്കണില്ല. അതെന്താ എനിക്ക് നാട്ടിലെ സ്കൂളിൽ പോയാലേ എന്ത് കുറ്റൂർ സ്കൂളിൽ തന്നെ പോണ വാശി പിടിക്കണേ? കുറ്റൂർ സ്കൂളിൽ ടർഫ് ഉണ്ട് കാക്ക. ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്നെ അവിടെ തന്നെ ചേർത്തിയാൽ മതി. കേട്ടില്ല, ഇതാണ് അവസ്ഥ. ഒരു സോക്കും വെറുതെ വരെ തരുന്നില്ല. ഇതാ കുട്ടികൾ പറഞ്ഞാലും കാര്യണ്ടടാ. ഇപ്പൊ ഈ പഠിത്തം മാത്രം നോക്കിയാൽ പോരല്ലോ. ഇവന്റെ ഫാഷൻ ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിലോ ചിലപ്പോ അയിക്കൂടിയൊക്കെ രക്ഷപ്പെടുക ചെങ്ങായി. അപ്പൊ കുറ്റൂർ സ്കൂളിൽ ഇപ്പൊ ടർഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓന അവിടേക്ക് പോണേ ഓന അവിടേക്ക് വിട്ടോ. എന്തിപ്പോ അതിനിപ്പത്ര മടി? അതെ ഗൈസ്, നമ്മളെ KMHSS കുറ്റൂർ നോർത്ത് സ്കൂള് നഴ്സറി മുതൽ +2 വരെ അവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല മറ്റുള്ള നമ്മളെ ഈ പരിസരത്ത് മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെ NCC യൂണിറ്റ് ഉണ്ട്. കൂടാതെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, ലിറ്റിൽ കൈറ്റ്സ്, NSS തുടങ്ങിയ എല്ലാവിധ സംഘടനകളും അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം പുതുതായിട്ട് ടർഫ് അവർ കൊണ്ടുവരുന്നുണ്ട്. പൊതുവെ ആർട്സിൽ അവർ ഉഷാറാണ്. കുറ്റൂർ നോർത്ത് സ്കൂളിനെ കുറിച്ച് അറിയാലോ, എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ്. ആർട്സിലൊക്കെ നല്ല ആക്റ്റീവാണ്. അതേപോലെ ഈ വർഷം മുതൽ സ്പോർട്സിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് ടർഫൊക്കെ തുടങ്ങിയിട്ട് സ്കൂളിന്റെ ബാക്കിൽ തന്നെ ടർഫൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫുട്ബോളിനോട് താല്പര്യമുള്ള കുട്ടികളൊക്കെ അവിടെ ചേർത്താണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കാര്യവും പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഏത് കുട്ടികളാണ്, കുട്ടികൾ ഏത് വൈക്കാണ്, ഇനി പഠിത്തത്തിലൂടെ ആണോ അതോ സ്പോർട്സിലൂടെ ആണോ, എങ്ങനെയാണോ രക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതേപോലെ ഫുട്ബോളിനോട് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറ്റൂർ സ്കൂളിൽ അഡ്മിഷൻ കുറച്ചും കൂടി സീറ്റേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പോയി കൺഫേം ആക്കി കളി. അപ്പോൾ ഈ സ്കൂൾ തുറക്കുമ്പോൾ ഈ വരുന്ന 1-ാം തീയതി തന്നെയാണ് ടർഫിന്റെ ഉദ്ഘാടനം. നമ്മളെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ വന്നിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫുട്ബോളിനോടൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോച്ചിങ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ആക്കുന്നതാണ്. അപ്പോൾ ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ. പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് കൺഫേം ആക്കിയാണ്ട് സീറ്റ് ബുക്ക് ചെയ്തോളി. ഓക്കെ.